Dear children, in the previous class we learned about the protection of eyes. Today we are going to talk about the structure of eye. I am going to draw the structure. Take a notebook and draw the structure with me. Okay. ഞാനിത് വരയ്ക്കുമ്പോൾ നിങ്ങൾ കൂടെ വരയ്ക്കാൻ ശ്രമിക്കണം. പാർട്സ് എഴുതിയെടുക്കണം. അതിൻ്റെ ഫങ്ഷൻസും കൂടി കുറിച്ച് വയ്ക്കുക. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ വി ലേൺ അബൌട്ട് ദ ലെയേഴ്സ് ഓഫ് ഐബോൾ. കണ്ണിലെ പാളികളെ കുറിച്ചാണ് പറയുന്നത്. ഐബോൾ ഹാസ് 3 layers. കണ്ണിന് 3 പാളികളാണുള്ളത്. ദ ഔട്ടർ ലെയർ ഈസ് കാൾഡ് സ്ക്ലീറ. ഏറ്റവും പുറമേയുള്ള ലെയറാണ് സ്ക്ലീറ. ദൃഢപടലം ഇൻ മലയാളം. മലയാളത്തിൽ ദൃഢപടലം എന്നാണ് പറയുന്നത്. വിച്ച് ഗീവ്സ് ഫേംനെസ് ടു ദ ഐബോൾ. പേര് പോലെ തന്നെ ദൃഢപടലം, അതുപോലെ തന്നെ കണ്ണിന് ദൃഢത നൽകുന്ന ഭാഗം അല്ലെങ്കിൽ ലെയറാണ് സ്ക്ലീറ. വിച്ച് ഗീവ്സ് ഫേംനെസ്, FIRMNESS, ഫേംനെസ് ടു ദ ഐബോൾ ആൻഡ് ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. നമ്മുടെ കണ്ണിലെ ദൃഢപടലം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഭാഗമില്ലേ, കണ്ണിനകത്ത് വെളുത്ത നിറത്തിൽ കാണുന്ന ഭാഗമാണ് സ്ക്ലീറ. ഓക്കെ. Then the second layer or middle layer is called choroid. രണ്ടാമത്തെ ലെയറാണ് കോറോയിഡ്. CHOROID, കോറോയിഡ്. രക്തപടലം എന്ന് പറയും മലയാളത്തിൽ. വിച്ച് കണ്ടെയ്ൻസ് plenty of blood vessels which supply nutrients and oxygen to the tissues of the eye. കോറോയിഡ് എന്നാൽ മലയാളത്തിൽ രക്തപടലം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്നു. കണ്ണിലെ കലകൾക്ക് ആവശ്യമായ, ടിഷ്യൂസിന് ആവശ്യമായ ഓക്സിജനും പോഷകവസ്തുക്കളും ലഭ്യമാകുന്നത് ഈ രക്തപടലത്തിലെ രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്ന രക്തത്തിൽ നിന്നാണ്. ദ കോറോയിഡ് സപ്ലൈസ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഓഫ് ദ ഐ. Then the third layer or inner layer is called retina. The third layer or inner layer is called retina. You have already heard about retina in your 9th class physics text. 9th class physics test. What is the peculiarity of retina? Image is formed on the retina. റെറ്റിനയെ കുറിച്ച് നിങ്ങൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് റെറ്റിനയുടെ പ്രത്യേകത? ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയിലാണ്. എന്തുകൊണ്ടായിരിക്കാം ഇമേജ് റെറ്റിനയിൽ തന്നെ ഫോം ചെയ്യുന്നത്? സ്ക്ലീറ, കോറോയിഡ് അവിടെ ഒന്നും ഫോം ചെയ്യാതെ എന്തുകൊണ്ട് റെറ്റിനയിൽ തന്നെ ഫോം ചെയ്യുന്നു? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ്. ദറ്റ് ഈസ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ആർ സീൻ ഓൺ ദ റെറ്റിന. റെറ്റിനയിലാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ 3 ലെയേഴ്സ്, ഐബോൾ ഹാസ് 3 layers. The outer layer is called sclera. The second layer or middle layer is called choroid. And the third layer or inner layer is called retina. Next part is called conjunctiva. We already learned about conjunctiva in our previous class. Do you remember it? ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺജങ്ക്റ്റൈവയെ കുറിച്ച് പറഞ്ഞിരുന്നു. വാട്ട് ഈസ് കൺജങ്ക്റ്റൈവ? ദ മെംബ്രെയിൻ വിച്ച് പ്രൊട്ടക്ട്സ് ഐ എക്സെപ്റ്റ് ദ ഫ്രണ്ട് പോർഷൻ. ദ മെംബ്രെയിൻ വിച്ച് പ്രൊട്ടക്ട്സ് ദ ഐ എക്സെപ്റ്റ് ദ ഫ്രണ്ട് പോർഷൻ. കണ്ണിൻ്റെ മുൻഭാഗം ഒഴികെ കണ്ണിനെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം. ദെൻ ദ നെക്സ്റ്റ് പാർട്ട് ഈസ് കാൾഡ് കോർണിയ. സ്ലൈറ്റ്ലി പ്രൊജക്റ്റഡ് transparent anterior part of sclera which allows light rays to focus on the retina. അടുത്ത ഭാഗം എന്ന് പറയുന്നത് കോർണിയയാണ്. സ്ക്ലീറയുടെ മുൻഭാഗം കുറച്ച് മുന്നോട്ട് തള്ളിയാണ് നിൽക്കുന്നത്. സ്ക്ലീറയുടെ മുൻഭാഗം കുറച്ച് മുന്നോട്ട് തള്ളിയാണ് നിൽക്കുന്നത്. കൂടാതെ അത് ട്രാൻസ്പെറൻ്റ് ആണ്. എന്താണ് ട്രാൻസ്പെറൻ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് അലൗസ്
light to pass through. Slightly projected, transparent anterior part of sclera, which allows light rays to focus on the retina. Then next part is called iris. Anterior part of choroid, just behind the cornea, there is a dark circular ring called iris. അപ്പോൾ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഐറിസ് ആണ്. ഐറിസ് എന്ന് വെച്ചാൽ ആൻറ്റീരിയർ പാർട്ട് ഓഫ് കോറോയിഡ്. കോറോയിഡ് മീൻസ് ദ സെക്കൻഡ് ലെയർ ഓഫ് ദ ഐ. ആൻറ്റീരിയർ പാർട്ട് ഓഫ് കോറോയിഡ്, കോറോയിഡിൻ്റെ മുൻഭാഗം, ജസ്റ്റ് ബിഹൈൻഡ് ദ കോർണിയ, കോർണിയയ്ക്ക് പുറകിലായി, ദർ ഇസ് എ ഡാർക്ക് സർക്കുലർ റിംഗ്, കറുത്ത വൃത്താകൃതിയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഇരുണ്ട വൃത്താകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസ്. ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ കോറോയിഡ്, ജസ്റ്റ് ബിഹൈൻഡ് ദ കോർണിയ, ദർ ഈസ് എ ഡാർക്ക് സർക്കുലർ റിംഗ് കാൾഡ് ഐറിസ്. കോറോയിഡിൻ്റെ മുൻഭാഗം കോർണിയയ്ക്ക് പിറകിലായി ഇരുണ്ട വൃത്താകൃതിയിൽ കാണപ്പെടുന്നു. നമ്മുടെ കണ്ണിലെ ഐറിസ് ഏതാണെന്ന് പറയാമോ? കണ്ണിനുള്ളിലെ ഈ കറുത്ത അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ള വലിയ വൃത്തം. എല്ലാവർക്കും നല്ല കറുപ്പ് തന്നെ ആവണമെന്നൊന്നുമില്ല. ഐറിസിൻ്റെ നിറത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലർക്ക് നല്ല കറുപ്പായിരിക്കും, ചിലർക്ക് ബ്രൗൺ. ആ ബ്രൗൺ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ലൈറ്റ് ബ്രൗണും ഡാർക്ക് ബ്രൗണും, ചിലർക്ക് ഒട്ടും നിറം കാണത്തില്ല. അതിന് നമ്മൾ സിൽവർ ഐ എന്നോ പൂച്ചക്കണ്ണെന്നൊക്കെ പറയാറില്ലേ? അത് തന്നെ. അതിൻ്റെ കാരണം എന്താണ്? ഐറിസിൻ്റെ നിറത്തിൽ വ്യത്യാസം വരാനുള്ള കാരണം, എല്ലാവരുടെയും ഐറിസിന് ഒരു നിറമല്ല. നമ്മൾ തന്നെ ഒരു ക്ലാസ്സിലെ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഐറിസിൽ വ്യത്യാസമുണ്ട്, ഐറിസിൻ്റെ നിറത്തിൽ വ്യത്യാസമുണ്ട്. പലർക്കും പല നിറമാണ്. കൂടുതലും ബ്രൗൺ ആണ് വരുന്നത്, അതിൽ തന്നെ ഏറ്റക്കുറച്ചിലുണ്ടാകാറുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? എ പിഗ്മെൻറ്റ് കോൾഡ് മെലാനിൻ വിച്ച് ഗീവ്സ് ഡാർക്ക് കളർ ടു ദ ഐറിസ്. ഒരു വർണ്ണവസ്തുവാണ് മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തു. ആ വർണ്ണവസ്തുവാണ് ഐറിസിന് നിറം കൊടുക്കുന്നത്. നിങ്ങൾ കേട്ടാണ് നമ്മുടെ തലമുടിക്കൊക്കെ ബ്ലാക്ക് കളർ കൊടുക്കുന്നത് മെലാനിനാണെന്ന്. അതുപോലെ ഇവിടെ ഐറിസിനും നിറം കൊടുക്കുന്നത് മെലാനിനാണ്. ദ ടൈപ്പ് ആൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് മെലാനിൻ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പേഴ്സൺസ്. അപ്പോൾ അതിൻ്റെ ടൈപ്പ്, അതിൻ്റെ തരം, അതുപോലെ ഉൽപ്പാദനം, ഇത് എല്ലാ വ്യക്തികളിലും ഒരുപോലെ ആയിരിക്കത്തില്ല. ദ ടൈപ്പ് ആൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് മെലാനിൻ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പേഴ്സൺസ്. അപ്പോൾ ഈ ഉൽപ്പാദനത്തിലുള്ള വ്യത്യാസമാണ് ഐറിസിൻ്റെ നിറവ്യത്യാസത്തിന് കാരണം. ആൻഡ് ദ നെക്സ്റ്റ് പാർട്ട് ഈസ് പ്യൂപ്പിൾ. മലയാളത്തിൽ കൃഷ്ണമണി എന്ന് പറയും. ദ അപ്പർച്ചർ സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ഐറിസ് ഈസ് കാൾഡ് പ്യൂപ്പിൾ. നമ്മൾ ഐറിസ് പറഞ്ഞില്ലേ, ഐറിസിൻ്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന ചെറിയ സുഷിരമാണ് പ്യൂപ്പിൾ. അതായത് ഐറിസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനകത്തുള്ള കറുത്ത അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ള ആ വലിയ വട്ടം. ഇത്രയും നാൾ നിങ്ങൾ അതാണ് കൃഷ്ണമണി എന്ന് ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് അല്ലേ? കുറച്ച് പേരെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ആ വലിയ വൃത്തത്തിനകത്ത് നോക്കുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ചെറിയ വൃത്താകൃതിയിലുള്ളൊരു ഭാഗമുണ്ട്. അതാണ് പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി. The size of this aperture increases and decreases depending on the intensity of light. That is, pupil can contract and relax according to the intensity of light. അപ്പോൾ പ്യൂപ്പിളിന് ലൈറ്റിൻ്റെ തീവ്രത, അതായത് പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ചുരുങ്ങാനും വികസിക്കാനുമുള്ള കഴിവുണ്ട്. പീപ്പിൾ ക്യാൻ കോൺട്രാക്ട് ആൻഡ് റിലാക്സ് അക്കോർഡിംഗ് ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് പാർട്ട് ഈസ് ലെൻസ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ലെൻസാണ്. യു ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് ദ ലെൻസ് ഇൻ യുവർ ഫിസിക്സ് ഇൻ 9th സ്റ്റാൻഡേർഡ്. ഫിസിക്സിൽ 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലെൻസ്. കണ്ണിലെ ലെൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്യാൻ യു സേ വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ഇൻ ദ ഐ? പറയാൻ പറ്റുമോ? ഓർമ്മയുണ്ടോ? മറന്നുപോയോ? ഓർക്കുന്നുണ്ടോ എന്ത് തരത്തിലുള്ള ലെൻസാണ് കണ്ണിലുള്ളതെന്ന്?
Elastic, transparent, convex lens. Elastic, transparent, convex lens connected to ciliary muscles by ligaments. ഇലാസ്റ്റിക സ്വഭാവമുള്ള കോൺവെക്സ് ലെൻസാണ്. അത് ലിഗമെൻറ്റ്സ് ഉപയോഗിച്ച് സിലിയറി മസിൽസുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ലിഗമെന്റ് ഈസ് എ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് കണക്ട് ബോൺസ് ടു അതർ ബോൺസ് ആൻഡ് മെയിൻറ്റെയിൻ ദ പൊസിഷൻ ഓഫ് ഓർഗൻസ്. ലിഗമെന്റ് എന്താണെന്ന് വെച്ചാൽ ബോൺസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ഓർഗൻസിൻ്റെ പൊസിഷൻ, ഓരോ ഓർഗൻസും അതാത് പൊസിഷനിൽ ഇരിക്കാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ലിഗമെൻറ്റ്സ് ആണ്. ഇതൊരു തരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. ദെൻ വാട്ട് ആർ സിലിയറി മസിൽസ്? അത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സിലിയറി മസിൽസും പഠിച്ചിട്ടുണ്ട് 9ൽ. സർക്കുലാർ മസിൽ സീൻ അറൗണ്ട് ദ ലെൻസ്. ലെൻസിനെ ചുറ്റി കാണുന്ന വൃത്താകൃതിയിലുള്ള മസിൽസ് ആണ് സിലിയറി മസിൽസ്. ദ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദീസ് മസിൽസ് alter the curvature of lens. The contraction and relaxation of these muscles alter the curvature of lens. സിലിയറി മസിൽസിൻ്റെ സങ്കോച വികാസങ്ങളാണ് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നത്. Then next part is called yellow spot. Yellow spot. The part of retina where plenty of photoreceptors are present. It is the point of maximum visual clarity. അതായത് റെറ്റിനയിൽ ഫോട്ടോ റെസപ്റ്റേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് യെല്ലോ സ്പോട്ട്. മലയാളത്തിൽ പീതബിന്ദു എന്നാണ് പറയുന്നത്. പ്രതിബിംബത്തിന് ഏറ്റവും കൂടുതൽ തെളിച്ചമുള്ളത് അല്ലെങ്കിൽ തെളിമയുള്ളത് ഈ ഭാഗത്താണ്. ദ പാർട്ട് ഓഫ് റെറ്റിന വെയർ പ്ലെൻറ്റി ഓഫ് ഫോട്ടോ റെസപ്റ്റേഴ്സ് ആർ പ്രസൻറ്റ്. ഇറ്റ് ഈസ് ദ പോയിൻ്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി. റെറ്റിനയിൽ ഫോട്ടോ റെസപ്റ്റേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് യെല്ലോ സ്പോട്ട്. കാഴ്ചശക്തി വളരെ കൂടുതലുള്ള ഭാഗമാണിത്. And the next is blind spot. The part of retina from where optic nerve begins. Photoreceptors are absent. Blind spot. പേര് കേൾക്കുമ്പോൾ തന്നെ, ബ്ലൈൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒട്ടും കാഴ്ചയില്ലാത്ത ആളുകളെ നമ്മൾ ബ്ലൈൻഡ് പേഴ്സൺ പറയാറില്ലേ. അപ്പോൾ അന്ധബിന്ദു എന്നാണ് മലയാളത്തിൽ പറയുക. അന്ധബിന്ദു. യെല്ലോ സ്പോട്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ ഫോട്ടോ റെസപ്റ്റേഴ്സ് ധാരാളമുണ്ട്, കാഴ്ചശക്തി കൂടുതലാണെന്ന് പറഞ്ഞു. ഹിയർ ഇൻ ബ്ലൈൻഡ് സ്പോട്ട് ഫോട്ടോ റെസപ്റ്റേഴ്സ് ആർ ആബ്സെൻറ്റ്. ഇവിടെ ഫോട്ടോ റെസപ്റ്റേഴ്സ് ഒട്ടും തന്നെ ഇല്ല. സോ വിഷൻ ഈസ് ഓൾസോ ആബ്സെൻറ്റ്. അതുകൊണ്ട് കാഴ്ചശക്തിയും ഒട്ടുമില്ലാത്ത ഭാഗമാണ് ബ്ലൈൻഡ് സ്പോട്ട്. The part of retina from where the optic nerve begins. From the blind spot, optic nerve begins. ഈ ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നാണ് എന്ത് തുടങ്ങുന്നതെന്നറിയാവോ? ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒപ്റ്റിക് നെർവ് എന്താണെന്ന് പറഞ്ഞുതരാം. അടുത്തത് ഒപ്റ്റിക് നെർവാണ്, അത് പറഞ്ഞുതരാം. അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നാണ് ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഫോട്ടോ റെസപ്റ്റേഴ്സ് തീരെ ഇല്ലാത്ത ഭാഗം, അവിടെ കാഴ്ചയും ഒട്ടും തന്നെ ഇല്ല. ഫോട്ടോ റെസപ്റ്റേഴ്സ് ആർ ആബ്സെൻറ്റ്, സോ വിഷൻ ഈസ് ഓൾസോ ആബ്സെൻറ്റ്. ദെൻ what is optic nerve? It transmits impulses from photoreceptors to the visual center in the brain. ഇമ്പൾസസ് അതായത് ആവേഗങ്ങളെ ഫോട്ടോ റെസപ്റ്റേഴ്സിൽ നിന്നും നമ്മുടെ ബ്രെയിനിലെ വിഷ്വൽ സെൻറ്ററിൽ, ബ്രെയിനിൽ എല്ലാറ്റിനും സെൻറ്റേഴ്സ് ഉണ്ട്. വിഷ്വൽ സെൻറ്റർ ഉണ്ട്, ഓൾഫാക്ടറി സെൻറ്റർ ഉണ്ട്, അങ്ങനെ ഓരോന്നിനും ഓരോ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഇമ്പൾസസിനെ ഫോട്ടോ റെസപ്റ്റേഴ്സിൽ നിന്നും ബ്രെയിനിലെത്തിക്കുന്നത് ഈ ഒപ്റ്റിക് നെർവാണ്. ഒപ്റ്റിക് നെർവ് ട്രാൻസ്മിറ്റ്സ് ഇമ്പൾസസ് ഫ്രം ഫോട്ടോ റെസപ്റ്റേഴ്സ് ടു ദ വിഷ്വൽ സെൻറ്റർ ഇൻ ദ ബ്രെയിൻ.
Then now we are going to talk about the fluids present in the eye. ഇനി കണ്ണിനകത്ത് രണ്ട് തരത്തിലുള്ള ദ്രാവകങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. There are two chambers in the eye. First chamber is seen between lens and the cornea. There are two chambers in the eye. First chamber is seen between lens and the cornea, and it is filled with a fluid called aqueous humor. It is formed from blood and is reabsorbed by blood, and the function is it nourishes the tissues of the eye. There are two chambers in the eye. കണ്ണിനകത്ത് രണ്ട് അറകളുണ്ട്. ആദ്യത്തെ ചേംബർ എന്ന് പറയുന്നത് ലെൻസിനും കോർണിയയ്ക്കും ഇടയിലായിട്ട് കാണപ്പെടുന്നു. അതിനുള്ളിൽ ഒരു ദ്രവമുണ്ട്. ആ ദ്രവത്തെ അക്വസ് ഹ്യൂമർ എന്നാണ് വിളിക്കുന്നത്. അക്വസ് ഹ്യൂമർ, AQUEOUSHUMOR, അക്വസ് ഹ്യൂമർ. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ബ്ലഡ് ആൻഡ് ഈസ് റീഅബ്സോർബ്ഡ് ബൈ ബ്ലഡ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ബ്ലഡിൽ നിന്നുണ്ടാകും, തിരികെ ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യും. ആൻഡ് ഫങ്ഷൻ ഈസ് ഇറ്റ് നറിഷസ് ദ ടിഷ്യൂസ് ഓഫ് ദ ഐ. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിനകത്തെ ടിഷ്യൂസിന് പോഷണം നൽകുക. ഇറ്റ് നറിഷസ് ദ ടിഷ്യൂസ് ഓഫ് ഐ. ദ നെക്സ്റ്റ് ചേംബർ ഈസ് സീൻ ബിറ്റ്വീൻ ലെൻസ് ആൻഡ് ദ റെറ്റിന, and it is filled with a fluid called vitreous humor, and it helps in maintaining the shape of the eye. The next chamber is seen between lens and retina. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായിട്ട് കാണപ്പെടുന്ന വലിയ ചേംബർ, അതിനെ വിട്രിയസ് ചേംബർ എന്ന് വിളിക്കും. അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഫ്ലൂയിഡാണ് വിട്രിയസ് ഹ്യൂമർ. The large chamber seen between lens and the retina, and it is filled by a fluid called vitreous humor. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ജെല്ലി പോലുള്ളൊരു ഫ്ലൂയിഡാണ്. വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത് ജെല്ലി പോലുള്ള ഒരു ഫ്ലൂയിഡാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് ദ ഐ. അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ഓഫ് ദ ഐ. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ ഈ ദ്രവം സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും നമ്മുടെ പാഴ്സ് കഴിഞ്ഞു, കണ്ണിൻ്റെ പാഴ്സ് കഴിഞ്ഞു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അത് എടുത്ത് ചോദിക്കണം. ഇനി ഒരു 6 ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം, അത് നിങ്ങൾ എഴുതിയെടുത്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. ആൻസർ ചെയ്തിട്ട് ഇട്ട് തരണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് എനിക്കൂടി അറിയണ്ടേ. ഞാൻ നോട്ട്സ് തരാം, അടുത്ത ഭാഗത്ത് നോട്ട്സ് തരാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങളിത് എഴുതി കാണിക്കണം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ലെയേഴ്സ് ഓഫ് ഐ. സെക്കൻഡ് വൺ, നെയിം ദ ഫ്ലൂയിഡ്സ് പ്രസൻറ്റ് ഇൻ ദ ഐ ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ ഫങ്ഷൻസ്. നെയിം ദ ഫ്ലൂയിഡ്സ് പ്രസൻറ്റ് ഇൻ ദ ഐ ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ ഫങ്ഷൻസ്. തേർഡ് വൺ, name the part of the eye where photoreceptors are present. Fourth one, name the structure which carries impulses from the eye to the brain. Fifth one, explain the nutrition of tissues in the eyes. And the last one, draw and label the parts of the eye. ഓക്കെ, എല്ലാവരും ചെയ്യുമെന്ന് വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.